നമസ്കാരം. ഗുഡ് ഈവനിങ് എവരിവൺ. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഐശ്വര്യത്തോടെയും സമ്പൽ സമൃദ്ധിയാർന്ന ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹരി ഓം ഹരി. നോക്കൂ, സന്തോഷം സന്തോഷം സന്തോഷം. കാരണം കുറച്ച് ദിവസം 2-3 ദിവസമായി നമ്മൾ യൂട്യൂബിൽ ക്ലാസ് വന്നിട്ടല്ലേ. നമ്മൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട്, പക്ഷെ യൂട്യൂബിൽ കൊടുക്കാനുള്ള ക്ലാസ് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് യൂട്യൂബ് വ്യൂവേഴ്സിനോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ 2 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ ഒന്നുകൂടി പവർഫുൾ ആയിട്ട് വരണമല്ലോ എന്ന് കരുതിട്ട് ഇന്ന് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുന്നത്. ആ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഈ ടെക്നിക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടെക്നിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. പക്ഷെ ഇത് കിട്ടിയത് എവിടുന്നാന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ 2020 മെഡിറ്റേഷനും രാത്രി 10 മണിക്ക് 2020 മെഡിറ്റേഷനും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചക്ര മെഡിറ്റേഷൻ ചെയ്തിട്ട് മെഡിറ്റേഷനിൽ ഇങ്ങനെ ആറാടിച്ച് നിൽക്കുമ്പോൾ ആണ് നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന ടെക്നിക്കിന്റെ കുട്ടൻസ് പിടികിട്ടിയത്. കാരണം എനിക്കിത് സംഭവിച്ചു മിനിഞ്ഞാന്ന് ഒരു ദിവസം. ഞാനിത് രാവിലെ ഇവിടെ ഇരുന്നിട്ട് ഈ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് വെറുതെ പോയതാണ്. ഒരു ചെയ്തിട്ട് അങ്ങ് പോയതാ. പക്ഷെ വൈകിട്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. ശരിക്കും ഞാനത് സംഭവിച്ചു എന്ന് അറിഞ്ഞ ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പോഴും എനിക്ക് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് അത് ഞാൻ വീണ്ടും ഇന്ന് ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചു, ഇത് ശരിയാണല്ലോ, ഇതുകൊണ്ടല്ലേ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് കൈ വന്നിരിക്കുന്നു. അപ്പൊ ആ ടെക്നിക്ക് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നാലേ, നമ്മളൊരു കല്ല് പിടിച്ചപ്പോ സംഭവിച്ച കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒരു സംഭവമായിട്ടാണ് വന്നത്. ദ മോസ്റ്റ് അവൈറ്റിംഗ് ടെക്നിക് ഫോർ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനം. അതുകൊണ്ട് നമ്മുടെ ഭയങ്കര ഇതാണ് ഈ ചക്ര ചെയ്യുമ്പോഴേ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് ചക്ര മെഡിറ്റേഷൻ ഇസ് നോട്ട് സോ ഈസി എന്നുള്ളത് പറയണ്ട. അങ്ങനെ ഒരു പർട്ടിക്കുലർ പാർട്ടിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ നിൽക്കാറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മോസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് 2020 മെഡിറ്റേഷൻ. ഇത് രണ്ടും കൂടി വന്നപ്പോഴേ നമുക്ക് ശരിക്കും നമ്മുടെ ശരീരത്തിന് ഇത്രയും താങ്ങാൻ പറ്റുമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലൂടെ പോയി. പിന്നെ കുറച്ച് സന്തോഷം. ഇങ്ങനെ ഇന്നൊരാൾ എനിക്ക് മെസ്സേജ് മല്ലിക ആണെന്നല്ലേ, അതായത് മാളവിക ആരോ മെസ്സേജ് അയച്ചു പറഞ്ഞു. ആ സന്തോഷം ആ വാക്കുകളിൽ കേൾക്കുമ്പോഴേ ഇത് മതി. ഞാൻ ഈ വൈകിട്ടൊക്കെ ഓടി വന്നിട്ട് ക്ലാസ് എടുക്കുന്നതിന്റെ സന്തോഷം അതിലൂടെ ആ വാക്കുകൾ വരുന്ന കാണുമ്പോഴേ ഏറെ സന്തോഷം. കാരണം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം യൂട്യൂബിൽ കുറെ ആൾക്കാർ ഇങ്ങനെ കമന്റ് ചെയ്ത് കാണുന്നു. കാരണം കുറച്ച് ദിവസമായി സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇത് കാണുന്നതാണ്. ഞാൻ ഇനി എത്ര മണിക്കൂർ വേണമെങ്കിലും ഇതിനു വേണ്ടി വർക്ക് ചെയ്താൽ എനിക്ക് നഷ്ടമില്ലാന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അതിൽ കൂടി മറ്റൊരു സന്തോഷ വർത്തമാനം കൂടി പറയാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ 10 സീക്രട്സ് ഓഫ് സീക്രട്സ് ഓഫ് മണി എന്ന് പറയുന്ന ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, വാട്സപ്പ് കോഴ്സ്. അത് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. 10-250 ആൾക്കാരാണ് അതിനകത്തുള്ളത്. പക്ഷെ ആൾക്കാർ പല വിഷയങ്ങളിൽ വന്ന ആൾക്കാർ, ഞാനൊരു ക്വസ്റ്റ്യൻ സൈക്കോളജിക്കൽ ടെസ്റ്റ് ക്വസ്റ്റ്യനുകൾ കൊടുത്തപ്പോഴാണ് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇനി ഞാൻ ഇവരെന്താ പഠിപ്പിക്കേണ്ടതെന്നായിപ്പോയി എനിക്ക്. കാരണം പഠിപ്പിക്കാനെല്ലാം സിലബസ് തയ്യാറാക്കിയിട്ട് 4-ാമത്തെ ദിവസം ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചപ്പോൾ എല്ലാവരും ഓൾറെഡി എന്താ പറയുക അബൻഡൻസ് മൈൻഡ് സെറ്റിലാണ്. അപ്പൊ ഞാൻ ഇനി ഉണ്ടാക്കിയ സിലബസ് മാറ്റാനുള്ള പരിപാടി. കാരണം ഇനി അങ്ങോട്ട് അത് കൊടുത്തിട്ട് കാര്യമില്ല. കാരണം അത്രയും മാറ്റം. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട് സാറിന്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടാണ് ഈ മാറ്റം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് എന്നെ സന്തോഷപ്പെടുന്ന കാര്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ആർക്കാണ്? എല്ലാവർക്കും അല്ല കേട്ടോ. അത് വളരെ അണ്ടർലൈൻ പറയണം. എല്ലാവർക്കും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ നമുക്ക് വേണമെന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ട് ആത്മാർത്ഥമായി ചെയ്യാൻ തയ്യാറാവുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലാത്തവരില്ല. ഇപ്പൊ അതുപോലത്തെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പഠിക്കുന്നവര് അവരതിലിങ്ങനെ എന്താ പറയാ, ഞാൻ പഠിപ്പിച്ചതിന് അപ്പുറത്ത് 10 മടങ്ങ് അപ്പുറത്തോട്ട് അവര് പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഞാൻ പഠിച്ചിട്ട് വേണം അവരെത്തിക്കാന്നുള്ള അവസ്ഥയിലാണ് അവര് പോകുന്നത്. കാരണം ഓരോ ആളും പരസ്പരം ഡിസ്കസ് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കുക. ഓരോരാളോട് കഴിവുകളും കുറവുകളും എഴുതാൻ പറഞ്ഞപ്പോ പൊതുവെ നമ്മള് പഠിപ്പിക്കുമ്പോ നമ്മള് കരുതല് കഴിവിന്റെ എണ്ണം കുറവിന്റെ എണ്ണം കൂടുതൽ എന്നാണ് എഴുതുന്നത്. ഇത് നേരെ തിരിച്ചാണ്. ഇപ്പൊ എല്ലാവരും കഴിവ് കൂടുതലും കുറവ് എന്താ പറയാ നെഗറ്റീവ് കുറവ് എഴുതുന്ന അവസ്ഥയാണ്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. പണ്ട് പഠിപ്പിച്ച ആ സിലബസ് ഒന്നും വെച്ചിട്ട് ഇനി നിങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇനി കുറെ പുസ്തകത്തിന്റെ പുറകെ അല്ലെങ്കിൽ കുറെ പഠിക്കേണ്ടി വരും. നിങ്ങളെ പോലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ട്. അത്രയും സന്തോഷമാണ് വരുന്നത്. കാരണം ഇത് ഓർക്കുമ്പോ തന്നെ. കാരണം ജേർണി ടു ഹാപ്പിനെസ്സിലായാലും ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷനിലായി കഴിഞ്ഞാലോ, ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ആയി കഴിഞ്ഞാലോ, ഇതെല്ലാം നന്നായിട്ട് കലക്കി കുടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഓരോ വരികളുടെ ഇടയിലൂടെ ആൾക്കാർ പോകുന്നു. ഏറെ സന്തോഷം. മെഡിറ്റേഷനും അത്രയും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. എല്ലാവർക്കും എഫക്റ്റീവ് ആകുന്ന അറിഞ്ഞത്
സർവേശ്വരനോട് സ്തുതി 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 മാത്രമാണ് പറയാനുള്ളത്. എല്ലാവർക്കും വരുന്നത് എത്രയും നല്ല ഉണ്ടാവട്ടെ എന്ന് മാത്രം, അത് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് നമുക്ക് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ സന്തോഷം. നമുക്ക് കുറച്ച് പെട്ടെന്ന് ആൾക്കാരുടെ അനുഭവങ്ങൾ ഒന്ന് പെട്ടെന്ന് കേട്ടു പോകാം. പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് ആരാണ് നേരത്തെ പറഞ്ഞത്? ശാന്തകുമാരി അല്ലേ? ശാന്തകുമാരി ആദ്യം. ശാന്തകുമാരി ഇവിടെ ഹാൻഡ് റൈസ് ചെയ്യാൻ അറിയില്ല അല്ലെ? ഓക്കെ, ശാന്തകുമാരി എവിടെ പോയി? പോയോ? യെസ്, കിട്ടുന്നില്ല എനിക്ക്. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. പറയാൻ എല്ലാവരും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ശാന്തകുമാരി ആദ്യം പറഞ്ഞോ. പിന്നെ നമസ്കാരം സാർ. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി. ആദ്യം അത് പറയട്ടെ. ഞാൻ പിന്നെ ഒരു അംഗൻവാടി ടീച്ചർ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ 24-ലാണ് ഏപ്രിലിൽ റിട്ടയർഡ് ആയി. പെൻഷനൊന്നും കിട്ടുന്നില്ല. ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. അവരെയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. അച്ഛൻ റബ്ബർ വെട്ടുകാരനായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ചു. അവരൊക്കെ നല്ല നിലയിൽ എത്തി. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പണിക്കൊന്നും പോകണ്ട, ഇനി റബ്ബർ വെട്ടാൻ പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോവാൻ ഞങ്ങൾ വീട്ടിലെ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചക്കറി ഒക്കെ ആയിട്ട് ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ വലിയ ആൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആൾക്കും പോണം, അവൾ നേഴ്സല്ല, അവർക്കും പോണം കുടുംബസമേതം. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സാറിന്റെ ഇടയിൽ വന്ന് പെട്ടത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഗോൾ സെറ്റിങ്ങിലൊക്കെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ പേപ്പർ എത്തി എന്ന് പറഞ്ഞു, ഒന്ന് വിളിച്ചു പറഞ്ഞു എന്നോട്. അപ്പൊ 3 ഓപ്ഷനാണ് നിൽക്കുന്നത്: 6 മാസം, 16 മാസം, 18 മാസം. അപ്പൊ ഏതില് ഭാഗ്യം എങ്ങനെയാണ് തെളിയിച്ച് അതേപോലെ പോവാന്ന് പറഞ്ഞു. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിട്ട് നന്ദി, ഒരുപാട് നന്ദി. പേപ്പർ എത്തിന്ന് പറഞ്ഞപ്പോ തന്നെ, കാരണം അവൾ ഒരുപാട് വിഷമിച്ചിരിക്കായിരുന്നു പേപ്പർ എത്താത്തതില്. അപ്പൊ ഇതിന് എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് പെൻഷനൊന്നും ഇല്ല, പെൻഷൻ കിട്ടാനും തുടങ്ങിയിട്ടില്ല. അത് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ അന്ന് സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ, പേപ്പർ കിട്ടുന്ന കാര്യം അധികം വൈകില്ല. നമ്മൾ അന്ന് സംസാരിച്ച് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നു. നല്ല അപ്പൊ ഇനി സന്തോഷം. 3 ഓപ്ഷനാണെന്ന്: 6 മാസം, 16 മാസം, 18 മാസം. അപ്പോഴേക്കാണ് റെഡി ആവുള്ളൂ. അപ്പൊ 6 മാസം എന്ന് പറഞ്ഞ ഭാഗ്യം ഉണ്ടെങ്കിൽ 6 മാസത്തിന്റെ ഉള്ളിൽ പോക്ക് നടക്കും എന്ന് പറഞ്ഞു. ഓ, അത് 6 മാസത്തിനുള്ളിൽ നടക്കും. നമ്മൾ അന്ന് പറഞ്ഞു 6 മാസത്തിനകത്ത് പോയിക്കോ. ഓ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യപൂർവ്വം പോട്ടെ. അപ്പൊ ഞാൻ എന്നും ഗോൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ദിവസം രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്ക് എന്റെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മള് മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ 3 മക്കൾക്കും വേണ്ടിയിട്ട്, അവരുടെ കുടുംബത്തിനും വേണ്ടിയിട്ട്. നടക്കട്ടെ, അത് അങ്ങനെ തഥാസ്തു, അങ്ങനെ തന്നെ നടക്കട്ടെ. താങ്ക് യു. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. നമ്മള് 2 സ്റ്റേക്കായിരുന്നു കൊടുത്തിരുന്നത്. അതില് ഇവിടെയുള്ള ഒരു സ്റ്റേ ഇന്നലെ കിട്ടി. ഇന്ന് ഓർഡർ കയ്യിൽ തന്നു. ഞാൻ ഈ ടവലിന്റെ ടെക്നിക്കും കല്ലിന്റെ ടെക്നിക്കും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. IRS-5 സിറ്റുവേഷൻ എന്നുള്ള അത് എഴുതുകയും ചൊല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അഫ്രിമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി നമുക്ക് സുപ്രീം കോർട്ടിലെ സ്റ്റേ ആണ് കിട്ടാനുള്ളത്. അത് 23-ന് മുമ്പ് കിട്ടണം. എല്ലാം അവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്, ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കിട്ടിക്കോളൂ. താങ്ക് യു സാർ, താങ്ക് യു. പറഞ്ഞോ വിശ്വനാഥൻ. പറഞ്ഞു. ആരാ പറയണ്ടേ? വിശ്വനാഥൻ ആരാ പറഞ്ഞു? നിങ്ങളുടെ പേര് ഹാൻഡ് ചെയ്തിരിക്കുന്നത് ആരാണ്? പറഞ്ഞിരുന്ന എന്തോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അത് അവിടുന്ന് പറഞ്ഞോ. പറഞ്ഞോ. എനിക്കിത് സാറിന്റെ കൂടെ ചേർന്നിട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം എനിക്ക് എന്നും ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രതിരോധശക്തി കുറവായ കാരണം ഓരോ അസുഖങ്ങൾ വരാറുണ്ട്. നമ്മുടെ പനി, ജലദോഷം, ചുമ അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പൊ ആ അസുഖങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ലേ, വേറൊരു മരുന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഈ അഫർമേഷനൊക്കെ ചെയ്ത് എന്നും ആരോഗ്യവതിയാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്കിപ്പോ അസുഖങ്ങൾ വരണേ ഇല്ല. പിന്നെ മാത്രല്ല, ഞാൻ കടയിൽ പോയിട്ട് കടയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ എല്ലാവരോടും ഞാൻ താങ്ക് യു പറയും. മാത്രല്ല എനിക്കുള്ള നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവര് എന്നോട് ചോദിച്ചാറുണ്ട്, അവരും എല്ലാവരോടും താങ്ക് യു പറയാൻ തുടങ്ങി.
ഇപ്പൊ ഫുള്ള് നെഗറ്റീവ് ഉള്ളവരടക്കം താങ്ക് യു പറയാൻ തുടങ്ങി എല്ലാവരും. പിന്നെ എന്റെ മോനോട് ഞാൻ പറയും, നീ താങ്ക് യു പറയടാ പറയും, എന്തേലും ഞാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ, എന്നാലും നിനക്ക് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ പറയും. ഇപ്പൊ അവനും താങ്ക് യു പറയാൻ തുടങ്ങി, അവന്റെ കൂട്ടുകാരോടും താങ്ക് യു പറയാൻ തുടങ്ങി. പിന്നെ താങ്ക് യു ഞാനും താങ്ക് യു പറയുന്നു. താങ്ക് യു 2020 കഴിഞ്ഞതിന് ശേഷം 1000 കിട്ടി, പിന്നെ 1000 കിട്ടി, പിന്നെ 2000 കിട്ടി. പക്ഷെ ഞാൻ എഴുതിയത് അതിനെല്ലാം മാസല്ലേ, വീടിന്റെ ലോണ് പ്രശ്നമാണ്, അതാണ് എഴുതിയും തറഞ്ഞത്. അത് മാത്രം ശരി. എന്നാ ഇന്നത്തെ ടെക്നിക്ക് കറക്റ്റ് എന്ന് നോക്കിക്കോ, ഒരു 10,000 കിട്ടട്ടെ. ഇന്നത്തെ ടെക്നിക്ക് കൊണ്ട് ഒരു 10,000 കിട്ടും. അസുഖങ്ങൾ വരാത്തതിന്റെ നല്ല നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാല് അത് വന്നിട്ട് മരുന്നുകളൊന്നും പുറത്ത് കഴിക്കാൻ പറ്റിയേ. ഓക്കെ, അതില്ല, ഇനി അതിനെ പറ്റി സംസാരിക്കണ്ട, അത് കഴിഞ്ഞു പോയ കാര്യം. അതെ. അതിന് നല്ല താങ്ക് യു. മല്ലിക പറഞ്ഞോ. മല്ലിക മല്ലിക പറഞ്ഞോ. മല്ലിക പറയണ്ടെങ്കിൽ സാറേ, ഞാൻ ഗ്രൂപ്പിലിട്ടുണ്ടായിരുന്നു. അത് സാറിനോട് എനിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, അത് ഒരു എന്റെ ഉള്ളിൽ അതിങ്ങനെ കിടക്കും. അപ്പൊ സാർ അത് സാധിച്ചത്, അത് കാര്യം എനിക്കിപ്പോ പറയാൻ പറ്റില്ല അതെന്തായിരുന്നു എന്ന്. ഞാൻ എന്തായാലും തൃശ്ശൂര് വരും, അന്ന് ഞാൻ സാറിനോട് പറയൂ അതെന്താണെന്ന്. ഓക്കെ, ആ സാധനം പറയണ്ട, അതവിടെ ഇരിക്കട്ടെ. ആ സാധനം പറയേണ്ടതില്ല. അതിന്റെ കാര്യം സാർ അത് അപ്പോഴേ ബാക്കി ഞാൻ പറയട്ടെ, എന്റെ ഉള്ളിലുള്ള അത് മാത്രം പറഞ്ഞു. ഞാൻ പറയാം സാർ. അപ്പൊ ഇത് ഞാൻ ഓഫീസിൽ ചെന്ന് ഞാൻ 2 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്നതാണ്. അത് നിങ്ങൾക്ക് തരില്ല, അത് നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊന്നും തോന്നിയില്ല. സ്വാഭാവികമായും അങ്ങനെ പറയും, അത് കാരണം അതാണ് ലീഗലി അങ്ങനെ പറയണം അവര്. അപ്പൊ ഞാനത് ഇങ്ങ് വന്നു. ഇന്ന് എനിക്ക് തോന്നി, ഇന്ന് രാവിലെ പ്രാർത്ഥന ആഫർമേഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ മനസ്സിൽ തോന്നി, ഒന്ന് പോയി നോട്ടെ, സാറിനോട് കാര്യം പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ ഒരു കൂസലും ഇല്ലാതെ സാർ എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ഇതിന്റെ അവസ്ഥ പറഞ്ഞു, ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞു, ഞാനൊരു ചതിക്കുക അങ്ങനെ ഞാനൊരു കള്ളത്തരത്തെ നിൽക്കില്ല സാറേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്റെ പാൻ കാർഡിന്റെ കോപ്പി, എന്റെ വോട്ടേഴ്സ് ഐഡിയുടെ കോപ്പി, പിന്നെ എന്റെ ആധാറിന്റെ കോപ്പി, അതെല്ലാം സാർ തരാൻ പറഞ്ഞു. അവിടെ നിങ്ങൾ വിചാരിച്ച ആ സംഭവം നടന്നു കിട്ടിയല്ലോ നമുക്ക്. നടന്നു സാറേ. അപ്പൊ എനിക്കത് എന്താ എനിക്കൊരു അതിലൊരു അല്പം തോന്നിയതെന്ന് വെച്ചാൽ, അപ്പൊ എനിക്ക് കിട്ടിയപ്പം എനിക്കത് അല്പം സ്വാഭാവികമായും നമ്മൾ നന്ദി പറഞ്ഞു, സാറിന്റെ മനസ്സിൽ ഓർത്തു, ഒരുപാട് നന്ദി പറഞ്ഞു, കാലിൽ തൊട്ട് വന്ദിച്ചു സാറേ. അങ്ങനെ കുറെ നന്ദി പറഞ്ഞു. ഞാൻ ഓഫീസിലെത്തിയപ്പോ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ, ഏത് കുട്ടിച്ചാത്തനെയും കൊണ്ടാ പോയെന്ന്. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതൊരു അത്ഭുതമാണല്ലോ. കുട്ടിച്ചാത്തന്റെ പേരിലൊന്നും എന്നോട് ചേർത്തേക്കല്ലേ. ഇല്ലില്ല, അങ്ങനെയല്ല സാറേ. അല്ല, അവര് ചോദിക്കുന്നത് എന്നോട്, ഞാൻ എന്തോ അവിടെ ചെന്നെന്തോ മായാജാലം ചെയ്തിട്ടാണ് എന്നോട് അങ്ങനെ അവര് പെരുമാറിയതും കിട്ടിയതും എന്നാണ് അവര് പറയുന്നത്. അത് കേട്ടപ്പോഴാണ് എനിക്ക് തോന്നി, ശരിയാണല്ലോ, ഇതൊരു അത്ഭുതമാണല്ലോ എന്ന്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക് യു സാർ. താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഒരു സ്പേസ് സംസാരിക്കാൻ തരുന്നത് മറ്റ് ക്ലാസ്സുകൾ എടുക്കാൻ സമയത്തിന്റെ ഇടയിലാണ് മറ്റുള്ളവരെല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഞാനിവിടെ ശബ്ദം ഡിസ്റ്റർബൻസ് വരുന്ന ആളെ മ്യൂട്ട് ചെയ്യുന്നു, അവര് വീണ്ടും അൺമ്യൂട്ട് ചെയ്യുന്നു, വീണ്ടും ഞാൻ മ്യൂട്ട് ചെയ്യുന്നു, വീണ്ടും അൺമ്യൂട്ട് ചെയ്യുന്നു. ഇത് പലവട്ടം ഞാൻ പറഞ്ഞാണ്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതം ഇങ്ങനെയായി പോകുന്നത്. പിന്നെയും ഞാനിവിടെ മ്യൂട്ട് ചെയ്യുമ്പോൾ കൈകൊണ്ട് പോയി അൺമ്യൂട്ട് ചെയ്യുന്ന എന്തിനാ? സംസാരിക്കാൻ സമയമാകുമ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാൻ പഠിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. എത്ര പ്രാവശ്യം ഞാൻ ഒരാളെ ഇവിടെ അൺമ്യൂട്ട് ചെയ്യുന്നതെന്നറിയോ? ഇപ്പൊ ഇതിലെന്താ സംഭവിക്കാന്നറിയോ? പിന്നെ നിങ്ങൾക്ക് ഈ സംസാരിക്കാനുള്ള സ്പേസ് ഞാൻ ഒഴിവാക്കും. കാരണം മറ്റുള്ളവർക്ക് ഇത്രയും ഡിസ്റ്റർബൻസ് വരുന്ന അവരെ ക്ഷമ കൂടിയാണ് പരീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ പറയാൻ വേണ്ടി സന്തോഷമാണ്. നിങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നിങ്ങൾ ആ കിട്ടുന്ന സ്പേസിനെ മിസ്യൂസ് ചെയ്യരുത്. ഒന്നാമത് നിങ്ങൾ വെറുതെ ചില ആൾക്കാരുടെ ഇവിടെ വെറുതെ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്നും പറയാനില്ല, ഒരു ഹാപ്പിനെസ്സും ഇല്ല, ജീവിതത്തിൽ ഒരു ഹാപ്പിനെസ് എടുക്കാനും തയ്യാറല്ല. ചില ആൾക്കാർ ഞാൻ ഇതുപോലെ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു. ദയവേത് അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടാക്കരുത്. നിങ്ങൾക്ക് ഒരാൾ സംസാരിക്കുന്ന ഇടയിൽ കയറി സംസാരിക്കുക, അയാൾ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് സമയം തരുന്നു, എന്നിട്ട് ഞാൻ ക്ലാസ്സിന്റെ അവസാനം സമയം തരുന്നുണ്ട്. ഇതൊന്നും യൂസ് ചെയ്യാതെ വെറുതെ അൺമ്യൂട്ട് ചെയ്ത് തരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഞാൻ ഫുൾ മ്യൂട്ട് ചെയ്യേണ്ടി വരില്ലേ? അത് കേട്ടോ. മറ്റുള്ളവർക്ക് ചിലപ്പോ നിങ്ങൾക്ക് നല്ല കാര്യം പറയാനുള്ള ആൾക്കാരുണ്ട്, അവരെ സ്പേസ് ആ പോകുന്നത് കേട്ടോ.
నాకు సమాధానం చెప్పలేదు. పంపుతానంటాడు, పంపడు. నేను క్యాంపింగ్ చేస్తే గమ్మునున్నా. క్యాంపింగ్ డబ్బులు కూడా రాలన్నారు. వీళ్ళు అడిగితే నాకు అబద్ధం చేయమన్నాడు, ఇబద్ధమో എന്താ ചെയ്യത്രയും പറഞ്ഞിട്ട് ആളുകൾക്ക് ആരോട് ഈ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണത്? പിന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ഈ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും തലയിൽ കേറുന്നുണ്ടോ? എന്തെങ്കിലും റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ എന്തെങ്കിലും കേറുന്നുണ്ടോ? കേറുന്നുണ്ട് ഒന്നും ശ്രദ്ധിക്കൂല. ഈ മ്യൂട്ട് ബട്ടൺ അൺമ്യൂട്ട് ബട്ടനും കഷ്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇത്ര ദിവസം ഞാൻ ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? അങ്ങനെ ചെയ്യരുത് കേട്ടോ. മറ്റുള്ളവരുടെ സമയമല്ലേ കളയുന്നത്. ഓക്കെ, എനിവേ താങ്ക് യു വെരി മച്ച്. കാരണം ഒന്ന് ഞാൻ പലപ്പോഴും പറയും, നമ്മൾ ശ്രദ്ധയോടെ നിന്നാൽ നമ്മുടെ 90% വിഷയങ്ങൾക്ക് പരിഹാരം ആകും. നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത് കേട്ടോ. യെസ്, ചന്ദ്രിക പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞോ. ചന്ദ്രിക, ഞാൻ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് തരാം. അങ്ങനെ ഇതിൽ വന്നാൽ മതി. നിങ്ങൾക്ക് പറഞ്ഞു. ചന്ദ്രിക പറഞ്ഞു. അൺമ്യൂട്ട്. സാറേ കേക്കാവോ? കേൾക്കാം. സാറിന്റെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ 1 മാസമായി. അതിനുശേഷം സാറിന്റെ മെഡിറ്റേഷൻ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം എന്റെ മനസ്സിൽ തോന്നി എന്റെ ഒരു ഗോൾഡ് പണയമായിരുന്നു. അത് എനിക്ക് എടുക്കാൻ സാധിച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ എന്റെ മുട്ടിന് വേദനയാണ്. സാർ ഓർക്കുന്നുണ്ടോ? മുട്ടിന് വേദനയാണ്. ഇപ്പൊ എനിക്ക് ആ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങി. ഞാൻ ആ 2 മെഡിറ്റേഷനും ചെയ്തു തുടങ്ങി, പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മുട്ടിന് വേദന ഒരുപാട് മാറ്റം ഉണ്ടായി. സാറിനെ കണ്ടതിന് ശേഷം ഒരുപാട് പോസിറ്റീവ് എനർജി എന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറേ, ഒരുപാട് താങ്ക്സ്. സാറിനെ കാണാൻ പറ്റിയ ദൈവമാണെന്ന് തോന്നുന്നു എന്നെ സാറിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് താങ്ക്സ്. തീർച്ചയായും ദൈവത്തിന് അതിന് നമുക്ക് എല്ലാ സമയത്തും അതിൻ്റെതായ രീതിയിൽ തന്നെ ദൈവം നിന്ന് തരും. ദൈവം നമ്മളെ എത്തിക്കും. ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്ത് കൊടുത്താൽ മതി. ദൈവം ചെയ്യുന്നതിനെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് അതിനുവേണ്ടി നിന്നാൽ മതി. അത് വളരെ കൃത്യമായി സംഭവിക്കേണ്ട കാര്യമാണ്. ഒരു ഡാലിബസ് പറഞ്ഞോ? ഓക്കെ, താങ്ക് യു മാം. ഡാലിബസ് പറഞ്ഞോ? ഒരു മിനിറ്റ്, അൺമ്യൂട്ട് ചെയ്യാം. പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തോർന്ന് പറഞ്ഞോ ഡാലിബസ്. ഹലോ, പറയൂ. താങ്ക് യു സാർ. ഞാൻ പറയാനുള്ളത്, ഞാൻ 2020 വീഡിയോ ഓഫ് ചെയ്തോ, കാരണം അവിടെ റേഞ്ചിന്റെ വിഷയമുണ്ട്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്തു. കേൾക്കുന്നോ? വീഡിയോ ഓഫ് ചെയ്തു. ഞാൻ 2020 മെഡിറ്റേഷനിൽ പങ്കെടുത്തിരുന്നു. ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ജർമ്മനിക്ക് കുട്ടികളെ സ്റ്റഡി വിസ കൊടുക്കുന്നുണ്ട്. അപ്പോ FSA എന്ന് പറയുന്നത് ജർമ്മൻ ഒരു പ്രോഗ്രാമാണ്. FSA ഈ കേരളത്തിനകത്ത് FSAക്ക് പോകാനായിട്ട് ഇന്റർവ്യൂ നടത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വെക്കുന്ന കുട്ടികൾ മുഴുവനായിട്ട് ഒരിക്കലും പോകത്തില്ല. സെലക്ട് ആവുന്നത് നമ്മൾ 20 പേരെ വെച്ചാൽ 5 പേര് സെലക്ട് ആവും. പക്ഷെ ഞാന് 2020 മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം 24 പേരെ ഇന്റർവ്യൂ വെച്ചു. ഈ 24 പേരും സെലക്ട് ആയി. സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് മുഴുവൻ പിള്ളേരും സെലക്ട് ആയത് ആദ്യമായിട്ടാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് നല്ലൊരു റിസൾട്ട് ആണല്ലോ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. കാരണം നിങ്ങൾ ചെയ്യുന്ന മറ്റൊരു നല്ലൊരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് വെരി ഗുഡ്. യെസ്, വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ഇതിനു മുമ്പ് എന്നോട് എനിക്കൊരു വോയിസ് അയച്ചിരുന്നു ഈ കാര്യത്തിൽ, അല്ലേ? എനിക്ക് ആ ജർമ്മനിയിൽ ആൾക്കാരൊക്കെ കൊണ്ടുപോയാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ടല്ലേ? നിങ്ങൾ തന്നെയല്ലേ ഇത്? അയച്ചിരുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സജീവ് പറഞ്ഞു. സജീവിന് 15 ലക്ഷം. ആ 24 ഫാമിലിയുടെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രമാത്രം സന്തോഷമാണ് ആ ഫാമിലിക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സജീവ് പറഞ്ഞു. സജീവേ? സാറേ, എനിക്ക് 15,46,500 രൂപ. പക്ഷെ ഞാൻ എന്റെ പൈസ അല്ല, പക്ഷെ എനിക്ക് ഇട്ട് തന്നെ ഒരാള്. പക്ഷെ അത് പുള്ളിക്കാരന് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടിയുള്ള പൈസ. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു എനിക്ക് ലക്ഷങ്ങൾ കോടികൾ എന്റെ അക്കൗണ്ട് വരണം. പക്ഷെ അതേപോലെ സംഭവിച്ചു. അത് ഭയങ്കര കാര്യമാണ്. ഈ കഥ ഞങ്ങൾ പലവട്ടം ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിക്കുന്നതാണ്.
നിങ്ങൾ വരണമെന്നേ വിചാരിച്ചുള്ളൂ. അതുകൊണ്ട് അത് വന്നു. നിങ്ങൾക്കത് വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഉപയോഗിക്കാൻ കിട്ടി. ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും പിടിക്കാത്തോണ്ടാ. ഓക്കെ, ശരി, താങ്ക് യു. ഇനിയില്ല, നമുക്ക് സമയം ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് ഇന്ന് വളരെ എന്താ പറയാ, എന്തൊക്കെ പറയണം എന്നുള്ളത് എനിക്കും വലിയ പിടിയില്ല, നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് ഞാനും പോകുന്നത്. ഏതായാലും സന്തോഷം. പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ള തിരിച്ചറിവുകൾ ഉണ്ടായിരിക്കണം, ഉണ്ട് എന്ന് പറയുന്നതിലാണ് ഏറെ സന്തോഷം. അതായത് ഞാൻ അറിഞ്ഞ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഓക്കെ, ശരി, നമുക്കിപ്പോ ക്യാപ്സൂൾ കഴിക്കാതെ തുടങ്ങിയ കാര്യമില്ലല്ലോ. നമ്മൾ ടാബ്ലറ്റ്സ് കഴിക്കാതെ ഒന്നും ശരിയാവില്ല. നമ്മളെ ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യണമെങ്കിൽ ടാബ്ലറ്റ്സ് കഴിക്കണ്ടേ? അത് മറന്നുപോയി പെട്ടെന്ന്. ഓക്കെ, ശരി, ഓർമ്മിപ്പിച്ചു തന്നതിന് ബിന്ദു ചെയ്തതിന് ഓർമ്മിപ്പിച്ചു തന്നതിന് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കിടിലമായി കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ഓരോ ആൾക്കാരും തുടങ്ങിക്കോളൂ, എടുത്തോളൂ. ആദ്യത്തെ ക്യാപ്സൂള് ഹാപ്പി എന്ന് പറഞ്ഞ ക്യാപ്സൂൾ തുറന്നിട്ട് ഐ എം റെഡി എന്നുള്ള അകത്തോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എനർജിയോട് ആക്ടിവേറ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ടൈപ്പ് ചെയ്യൂ. ഐ എം ഹാപ്പി ആൻഡ് റെഡി. അല്ലേ? നമുക്ക് കുറെ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ സ്ഥിരം ഉപയോഗിക്കാൻ, നമ്മുടെ ആവനാഴിയിൽ കുറെ അമ്പുകളുണ്ട്. ഒന്നാമത്തെ അമ്പാണ് എവിടെ പോയിരിക്കുമ്പോൾ ആദ്യം സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. ഇത് ഒന്നാമത്തെ അമ്പാണ് നമ്മുടെ കയ്യിലുള്ള. അല്ലെ? അർജുനൻ കൃഷ്ണൻ രഥത്തിലേറിയിട്ട് ആദ്യം എടുത്ത അമ്പ് എന്തായിരുന്നു? ഇതാണ്, സന്തോഷത്തോടെ പോകാൻ. രണ്ടാമത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് വന്ന് പറയുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും. പിന്നെ മുഴുനീളം അങ്ങനെ തന്നെ പോകും. അല്ലെ? പിന്നെ ഏത് പറഞ്ഞാലും ഈ പറഞ്ഞതിന്റെ പോസിറ്റീവ് എന്താണെന്ന് മാത്രം ചിന്തിച്ച് പോകുന്ന അവസ്ഥ. ഇത് വളരെ കൈമുതലായില്ല. അങ്ങനെ കുറെ 7 അമ്പുകളുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, നമ്മുടെ ആവനാഴിയിൽ നിന്ന് എടുത്തു കളഞ്ഞ കുറച്ച് വാക്കുകളുടെ പേര് പറഞ്ഞിരുന്നു. ഒന്ന്, ആരോടും പരാതി പറയില്ല എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ടും നെഗറ്റീവ് ചിന്തകള് പാടില്ല എന്നുള്ളത്. ഓക്കെ, സന്തോഷത്തോടെ. ഇവിടെ നമ്മുടെ ക്ലാസ്സിലൊക്കെ ചില കഥാകാരന്മാരൊക്കെ ജനിച്ചു വരുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഓർമ്മയുണ്ടല്ലോ? അവരൊക്കെ പതുക്കെ നമുക്ക് പിടിച്ചുകൊണ്ടുവരും. ഇപ്പൊ ചിരിച്ചൊരു കഥാകാരി ഉണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് റെഡിയാക്കി കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെ വീണ്ടും ഇന്നും പറയുന്നു. ധനം മാത്രമല്ല ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം. ധനം വേണമെന്ന് പറഞ്ഞതിന് മാത്രം പോലെ ഇന്ന് ധനത്തിന്റെ വിഷയമായതുകൊണ്ടാണ് ഇത്രയോ ആൾക്കാരുള്ളത്. നിങ്ങൾ എല്ലാവരോടും റിക്വസ്റ്റ് ആണ്, ഹംബിൾ റിക്വസ്റ്റ് ആണ്. മണി ഈസ് വൺ ഓഫ് ദ പാർട്ട് ഇൻ യുവർ ലൈഫ് എന്ന് മറക്കാതിരിക്കുക. മണി ഉണ്ടാക്കുന്ന ഫോർമുല ഒക്കെ നമ്മളിപ്പോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ആവശ്യമാണ്. പക്ഷെ പണത്തിന് അപ്പുറത്തേക്ക് നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം. ബന്ധങ്ങൾക്കും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയാൽ മാത്രമേ ഇതാവുള്ളൂ. അപ്പൊ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് പോകാം. പക്ഷെ മണി ആയതുകൊണ്ട് മണി മാത്രമല്ല, ബാക്കി എല്ലാം എന്താണോ വേണ്ടത് അതിലേക്കെല്ലാം ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇവിടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് സ്ഥിരമായിട്ട് കാര്യങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താം, മനസ്സിനെ പാകപ്പെടുത്തുന്നതിലൂടെ എങ്ങനെയാണ് ജീവിതം സന്തോഷകരമാക്കി കൊണ്ടുപോകാൻ സാധിക്കുക എന്നതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലെ? ജീവിതം സന്തോഷകരമായി മാറണമെങ്കിൽ നമ്മൾ അത് പറയാതെ പറഞ്ഞു പോന്നു. ജീവിതം സന്തോഷകരമായി മാറണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ അറിയണം. അതായത് നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉയർത്തണം. നമ്മളുടെ ശാരീരിക മാനസികമായ തലം, ഊർജ തലം കൂട്ടണം എന്നുള്ളതാണ് പ്രതിജ്ഞ. അപ്പൊ അതായിട്ടാണ് നമ്മുടെ എല്ലാ പ്രാക്ടീസുകളും കടന്നു പോകുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കൂടുതൽ പറഞ്ഞ് ഞാൻ ആരെയും കോംപ്ലിക്കേഷൻസ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ലളിതമായ പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായി മാറുന്നു. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ആൾക്കാരുടെ വൈബ്രേഷൻ കൂടുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ, കൈവേദന, കാലുവേദന, ഇതൊക്കെ മാറിപ്പോകുന്നു. ഇതൊന്നും അത്ഭുതങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഞാനിവിടുന്ന് ചെയ്യുന്നതുകൊണ്ടുള്ള അത്ഭുതങ്ങളൊന്നും അല്ല സംഭവിക്കുന്നതെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മുടെ ശാരീരിക പ്രവർത്തനത്തിന് കൃത്യമായ രീതിയിൽ വേണ്ട ചില സാധനങ്ങൾ, ഏതാണ് വെള്ളവും ലവണങ്ങളും നമ്മൾ നൽകുമ്പോൾ ബാക്കിയെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലൊക്കെ ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ ഫോക്കസ്, ശ്രദ്ധ അങ്ങോട്ട് ചെലവാക്കുമ്പോഴുമാണ് ഇതൊക്കെ വരുന്നത്, നമുക്ക് ലഭിക്കുന്നത്. ഇത് എല്ലാവർക്കും സാധ്യമാണ്. ഇത് സാധ്യമല്ലാത്ത ഒരു മനുഷ്യ ജന്മം പോലും ഈ ലോകത്തില്ല.
ഭഗവാൻ ഓരോ ആളെയും സൃഷ്ടിക്കുമ്പോഴും അവനിൽ എല്ലാം നിറച്ചു വെച്ച സാധനങ്ങളെ നമ്മളിൽ ഉള്ളൂ. നമ്മളിൽ ഒന്നും കുറവില്ല നമുക്ക്, എല്ലാം ആവശ്യത്തിന്. പക്ഷേ ഇതിപ്പോ ഞാൻ പറയുന്നത് ഈ ഹാപ്പി ആൻഡ് റെഡി പറയാനായിട്ട് എത്ര സമയം എടുത്തു നമ്മള്? ഇത്രയും സമയം പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പൊ അത് പറഞ്ഞു വരുമ്പോ നമുക്ക് എത്ര മാറ്റം ഉണ്ടായെന്ന് നോക്കാം. അതുപോലെ നമ്മളിൽ ഉള്ളത് ബുദ്ധൻ പറയാറുള്ള പോലെ തന്നെ പറയും, നമുക്ക് എന്ത് തേടുന്നുവോ അതെല്ലാം നമ്മളിൽ ഉള്ളിലുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇതെല്ലാം ഇവിടെ ഉള്ളത് തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ, നമ്മുടെ മസിൽസിന്റെ, നമ്മളുടെ രക്തത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാൻസിന്റെ ഒക്കെ പ്രവർത്തനപരമായിട്ട് ലഭിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷമൊക്കെ ചില ഹോർമോൺസിന്റെ എഫക്റ്റീവ് ആണ്. ആ ഹോർമോൺ ആണ് അതിന് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ആ ഹോർമോൺ നമ്മളെ നമ്മൾ അതിനെ മറന്നുപോയത് കൊണ്ട് ആ സാധനം ഇല്ലാതെ പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വേറൊന്നും വന്നിട്ടല്ല. ദൈവം നേരിട്ട് വന്നിരുന്നാൽ നിനക്ക് ഒരു 1/2 കിലോ ഹോർമോൺ കൊണ്ട് തരുന്നൊന്നും അല്ല ഇത്. ഇത് ഇവിടെ ഉള്ളതാണ്. ഇതിനൊന്ന് ട്രിഗർ ചെയ്ത് എടുത്തപ്പോഴേ ഈ സാധനം ഓപ്പൺ ആയതേ ഉള്ളൂ. ഇത് ഇത്രയേ ഉള്ളൂ. വെറും കറക്റ്റ് ബയോളജി തന്നെയാണ്. വേറെ ഒന്നും ഇതിനകത്ത് അല്ലെങ്കിൽ എന്താ അനാട്ടമിയോ നിങ്ങൾ എന്ത് വേറിട്ട് വിളിച്ചാലും നമ്മുടെ അവസ്ഥ തന്നെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മുടെ കഴിവാണ്. ഞാൻ ഇന്നലെ ഓർത്തപ്പോ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു പോകാം. നമ്മൾ ഒരാളെ കാണുന്നത് കണ്ണുകൊണ്ടാണ് അല്ലേ? ആർക്കും സംശയമില്ലല്ലോ. ഒരാളെ കാണുന്നത് നമ്മൾ കണ്ണുകൊണ്ടല്ലേ? പക്ഷെ കണ്ണുകൊണ്ട് കണ്ട ആളെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? രണ്ടും രണ്ടല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണാണോ ആ ആളെ തിരിച്ചറിയുന്നത്, നമ്മുടെ മനസ്സാണോ തിരിച്ചറിയുന്നത്? രണ്ടും തമ്മിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. നമ്മള് സയൻസ് പറയും കണ്ണാണ് ആളെ കണ്ടിട്ട് റെക്കഗ്നൈസ് ചെയ്ത് എടുക്കുന്നത്, സയന്റിഫിക് വശമാണ്. പക്ഷെ ആ കണ്ണിൽ കണ്ടതിന് അപ്പുറത്തേക്ക് നമ്മൾ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യും. അത് മൈൻഡാണ് ചെയ്യുന്നത്. അപ്പൊ കണ്ണ് എന്ന് പറയുന്നത് മനസ്സിലേക്ക് ചില കാര്യങ്ങൾ നൽകാനുള്ള ഒരു സൂചന മാത്രമാണ്. അല്ലാതെ കണ്ണിന് അവിടെ വേറൊന്നുമില്ല. അതേപോലെ നമ്മള് ശ്വാസം നടത്തുന്നത് എവിടെ വെച്ചാൽ എന്ത് വെച്ചിട്ടാണ്? മൂക്ക് വെച്ചിട്ടാണ് അല്ലെ? പക്ഷെ മൂക്ക് മതിയോ ശ്വാസോച്ഛ്വാസത്തിന്? മൂക്ക് കൊണ്ട് ശ്വാസോച്ഛ്വാസം നടത്തിയാൽ മാത്രം മതിയോ? മറ്റു ചില ഭാഗങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതും പോരെ. എന്നിട്ടും മനസ്സ് തീരുമാനിക്കണം ശ്വാസം കഴിച്ചു ഇല്ലയെന്ന്. ഇല്ലെങ്കിൽ മനസ്സിനത് മറന്നു പോയി കഴിഞ്ഞാൽ ശ്വാസം കഴിച്ചത് പോലും അറിയില്ല. അല്ലെ? ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ വീണ്ടും അവിടെ മനസ്സ് വേണം. ഭക്ഷണം കഴിക്കുന്ന കൈ കൊണ്ട് വായ കൊണ്ട് ചവച്ചരക്കുന്നു, കഴിക്കുന്നു, സന്തോഷായി. മതിയോ? വല്ല ഗുണം കിട്ടുമോ? വയറ് നിറഞ്ഞു എന്ന് മനസ്സ് പറയണം. നിറഞ്ഞു, ഇനി രക്ഷയില്ല. സംതൃപ്തി ആണെങ്കിൽ മനസ്സ് തീരുമാനിക്കണം. ഇല്ലെങ്കിലോ ഈ സാധനം വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ കഴിക്കുകയില്ല. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറയുന്ന മൈൻഡാണ്. എല്ലാ കാര്യങ്ങളുടെയും മൈൻഡാണ്. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതെല്ലാം മൈൻഡാണെന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ടും പണമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, പൈസ ഇല്ല അല്ലെങ്കിൽ പണം എന്റെ കയ്യിൽ ഇല്ല എന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഒന്ന് ടൈപ്പ് ചെയ്തേ, വരട്ടെ. ആരാണ് ഇത് തീരുമാനിക്കുന്നത്? പോരട്ടെ, എല്ലാരും പോരട്ടെ. ഇവിടെ ദിനേശ് സാറിന്റെ ക്ലാസ്സിൽ വരുമ്പോൾ ഒരേ ഒരു പ്രത്യേക 2 ഫോൺ വേണം. ഒന്ന് ടൈപ്പ് ചെയ്യാനും ഒന്ന് കാണാൻ. ഇല്ലെങ്കിൽ നടക്കൂല. കാരണം ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് എല്ലാവരും സ്റ്റാൻഡ് മേടിച്ചു വെക്കണം. കാരണം സ്റ്റാൻഡ് വെച്ച് ടൈപ്പ് ചെയ്യാൻ എളുപ്പമല്ല. അല്ലെങ്കിൽ ഇത് കൈ പിടിച്ച് ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇതൊരു വിഷയം തന്നെ അല്ലേ? ഇത്രയും ആൾക്ക് ടൈപ്പ് ചെയ്യണം. പുതിയതായി വന്ന് ഒരുപാട് ആൾക്കാരുണ്ടെന്നും തോന്നുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്തണമെങ്കിൽ വേണമെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തി കളയാം. ഞാൻ പേര് മാത്രമേ പറയുള്ളൂ, ബാക്കിയൊന്നും പറയില്ല കേട്ടോ. പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് നിങ്ങൾക്ക് അറിയാം. പിന്നെ ഞാൻ ആരാണെന്ന് പരിചയപ്പെട്ടൊരു കാര്യമില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടോ, ഞാൻ പരിചയപ്പെടൽ നിർത്തിയാണ്. ആർക്കെങ്കിലും ഞാൻ എന്നെ പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം. അല്ലാതെ ആവശ്യമൊന്നും തോന്നില്ല. വെറുതെ അതിനായിട്ടൊരു സമയം കളയട്ടല്ലോ. വേണ്ട, ഞാൻ ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യം. ഞാൻ ഒന്നുമല്ല, ഞാൻ ഈ കാണുന്നത് ഞാൻ തന്നെയാണ്. ഇതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല എനിക്ക് പറയാനായിട്ട്. അല്ലെങ്കിൽ കുറെ ആള് പറയും ഞാൻ അതാണ്, ഞാൻ അതാണ്. അങ്ങനൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. എന്റെ പുസ്തകത്തിൽ മനസ്സൊരു വിസ്മയത്തിൽ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് ഞാൻ ആരാണെന്ന്. അത് എഴുതാൻ തുടങ്ങുമ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഞാൻ എഴുതാൻ തുടങ്ങിയത് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ട് എഴുതാൻ തുടങ്ങിയിട്ട് അവസാനം എനിക്ക് എഴുതി വരുന്നപ്പോ ഒന്നുമില്ലാതെ അവസാനം ഞാനൊരു വാക്ക് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ ഒറ്റ കാര്യമുള്ളൂ. ഞാൻ അതിനകത്ത് എഴുതി വെച്ച അവസാനത്തെ വാക്ക് ഞാൻ തന്നെയാണെന്ന് മാത്രം. അവിടെ വെച്ച് തീർത്തി കളഞ്ഞു. കാരണം ഇതിനകത്ത് എത്ര പറഞ്ഞാലും ബുദ്ധനും അല്ലെങ്കിൽ എല്ലാവരും തേടി നടന്ന ഒരേ ഒരു കാര്യമാണ് ഞാൻ ആരാണെന്നുള്ളത്. അവസാനം ഞാനത് വേറെ രീതിയിൽ കൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കും. കുറെ കഴിഞ്ഞപ്പോ എനിക്കൊന്നും
എന്ത് പറയണമെന്ന് പിടികിട്ടാത്ത അവസ്ഥ വന്നു. അപ്പൊ ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്നിടത്താണ്, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, തമാശ രൂപേണ പറഞ്ഞത്, ഞാനാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് പ്രധാനമായിട്ട് ഇരിക്കുന്നത്. അപ്പൊ മനസ്സാണ് ഇതിനെ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പണം ഇല്ല എന്ന് മനസ്സ് തീരുമാനിക്കുന്ന അതേ മനസ്സിന് പണം ഉണ്ടെന്ന് തീരുമാനിക്കാൻ പറ്റൂലേ? പറ്റണം. അതാണ് നമ്മൾ 10 സീക്രട്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഹിപ്നോസിസത്തിൽ നിങ്ങളെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. അപ്പോ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന മറ്റൊരു രൂപത്തിലാണ്. ഇന്ന് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഒരു ടെക്നിക്കാണ് പഠിപ്പിക്കുന്നത്. 7 ചക്രാസ് മെഡിറ്റേഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഏറ്റവും പ്രധാനമായും നമ്മളെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു ചക്രമുണ്ട്. അതായത് നമുക്കും അപ്പുറത്തേക്ക്, അതായത് നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള ഫിസിക്കൽ അവസ്ഥയിൽ നിന്നും അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന 3 ചക്രകളുണ്ട്. ഒരു ചക്രയെ പറ്റി നമ്മൾ ആരും ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അതീന്ദ്രിയമായ സംഭവമാണ്. സാധാരണ മനുഷ്യന് വേണ്ട എന്ന് പറയുന്ന സാക്രൽ ക്രൗൺ ചക്ര എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. മറ്റ് 2 ചക്രകൾ നമ്മൾ നല്ലാണ്ട് നമുക്കിടെ കഴിവുകളെ അപ്പുറത്തെ തലത്തേക്ക് കൊണ്ടുപോകുന്ന 2 ചക്രാസ് ഉണ്ട്. പേരറിയാലോ നിങ്ങൾക്ക്. ചക്ര മെഡിറ്റേഷൻ ഇപ്പൊ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം 2 കാര്യങ്ങൾ. അതിൽ ഒരു ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഫോക്കസിനെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ അതീന്ദ്രിയമായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ചക്രയാണ്. അത് വളരെ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ചക്ര ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. ഇന്ന് ഞാൻ ആ ഒരു ചക്രയെ പിടിച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിന്നുകൊണ്ട് ആ ചക്രയിലെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹിച്ച സകല കാര്യങ്ങളെയും നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും. നമ്മളിൽ തന്നെയുള്ള ഒരു പവർ വെച്ചുകൊണ്ട് നമുക്ക് വേണ്ട സാധനത്തെ നേടാനുള്ള ഒറ്റ പ്രക്രിയയാണ് ചെയ്യുന്നത്. അത് വളരെ ലളിതമാണ്, എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷേ ആദ്യം അതിനു വേണ്ടി തയ്യാറാവണം. നിങ്ങൾ എനർജി ഒന്നും കളയേണ്ടതില്ല, വെറുതെ സമയത്ത് ഇരുന്നാൽ മാത്രം മതി എന്ന് അറിയിക്കുന്നു. ഈ ചക്രയുടെ പേരാണ്, ആർക്കെങ്കിലും അറിയുമെന്ന് ടൈപ്പ് ചെയ്തോ നോക്കട്ടെ, എത്ര പേര് ഇതിനകത്ത് ഉണ്ട്. യെസ്, പോരട്ടെ. കൺഫ്യൂഷൻ ആവും അല്ലെ? അത്ര പറഞ്ഞപ്പോ കൺഫ്യൂഷൻ. അതിനപ്പുറത്ത് നമുക്ക് അങ്ങനെ പറയാം. മറ്റൊരു കാര്യം പറയാം. യെസ്, മറ്റൊരു എളുപ്പത്തിൽ പറയാം. നമ്മൾ ഈ ചക്രയെ വെച്ചിട്ട് കുറെ ഒരു ഭഗവാനെ പറ്റി എപ്പോഴും പറയാം. ഇയാൾക്ക് ഈ ചക്രയാണ് എപ്പോഴും ആക്റ്റീവ്. അതുകൊണ്ട് അഗ്നി എപ്പോഴും ആ ചക്രയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സകല തിന്മകളെയും അഗ്നിക്കിരയാക്കി കളയുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ താങ്ക് യു, എല്ലാവർക്കും അറിയാം. അഗ്നിക്കിരയാക്കി. എന്താണ് സകല തിന്മകളെയും അഗ്നിക്ക്? എവിടെയാണ് തിന്മയുള്ളത്? നമ്മൾ തിന്മ എവിടെയാണ് കാണുന്നത്? നമ്മുടെ മനസ്സിലുള്ള അന്ധകാരമാണ് തിന്മ എന്ന് പറയുന്നത്. നെഗറ്റിവിറ്റിയാണ് തിന്മകൾ എന്ന് പറയുന്നത് അല്ലെ? തിന്മകൾ അങ്ങനെയല്ലേ ഉള്ളൂ. തിന്മകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ്. ഈ നെഗറ്റിവിറ്റി എവിടെയാണുള്ളത്? നമ്മുടെ അകത്ത് തന്നെയാണുള്ളത്. അപ്പൊ അതിനെ കരിച്ചു കളയാൻ എന്താ വേണ്ടത്? അകത്തേക്ക് വെളിച്ചം വേണം. വെളിച്ചം എന്താണ്? വെളിച്ചമാണ് അഗ്നി അല്ലേ? അഗ്നി അകത്തോട്ട് ജ്വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അജ്ഞാനമാകുന്ന സകല അന്ധകാരങ്ങളെയും മാറ്റിക്കൊണ്ട് ജ്ഞാനമാകുന്ന വെളിച്ചം വീശുക എന്നതാണ് 3-ാം ഇന്ദ്രിയത്തിലൂടെ ചെയ്യുന്ന കാര്യം. ഈ 3rd ഐ ചക്രാസിനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട്, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മൾ സാധാരണ മനുഷ്യരാണ്. നമുക്ക് ചില കാര്യങ്ങൾ നേടിത്തന്നാൽ അതിനെ ഒന്ന് റെഡിയാക്കി തന്നാൽ മാത്രം മതി. അതിലേക്കുള്ള അന്ധകാരത്തെ മാറ്റിയിട്ട് നമുക്ക് ആ സാധനം ഇങ്ങോട്ടേക്ക് ലഭിച്ചാൽ നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും വിട്ടേക്ക്. നമുക്കിപ്പോ സാധാരണ നമുക്ക് ഇത്രയല്ലേ വേണ്ടു. ഇത് നമുക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. മറ്റെല്ലാം വലിയ വലിയ കാര്യങ്ങൾ അവിടെ പോട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് നിങ്ങൾ ഇന്ന് പഠിപ്പിക്കുന്നത്. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതിന്റെ മറ്റൊരു സയന്റിഫിക് വശം കൂടി പറഞ്ഞു പോകാം. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നറിയാൻ. ഒരുപാട് ഗ്ലാൻഡുകൾ ഉണ്ട്. ഒരുപാട് റൈറ്റ് ബ്രെയിൻ, ലെഫ്റ്റ് ബ്രെയിൻ, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ അറിയാം. ഇതൊക്കെ പഠിക്കാൻ കുറെ സമയം പഠിക്കേണ്ടി വരും. നമ്മുടെ ബ്രെയിനിൽ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഉണ്ട്. അതാണ് എളുപ്പത്തിൽ പറഞ്ഞു. ഈ ഗ്ലാൻഡിനാണ് നമ്മുടെ അതായത് നമുക്ക് അല്ലെങ്കിൽ അതിനെന്താ പറയാ, നമ്മള് ഈ 3rd ഐ എന്ന് പറയുന്ന ഒരു രൂപത്തിൽ, മറ്റൊരു രൂപത്തിൽ 3rd ഐ എന്ന് പറയുന്ന ഈ ഒരു ഗ്ലാൻഡിനെയാണ്. അതായത് നമ്മൾ ഈ ഗ്ലാൻഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്തുകൊണ്ടത് നിങ്ങൾക്ക് ഇത്രയും കുറച്ചും കൂടി പറഞ്ഞു തരുന്നത് വെച്ചാൽ, ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂറോ സയൻസ് ആയതുകൊണ്ട് ന്യൂറോ സയൻസിൽ പീനിയൽ ഗ്ലാൻഡിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കും. കാരണം ഒരു മനുഷ്യനെ കൃത്യമായി അവന്റെ പ്രത്യേകതയിലേക്കും പ്രാധാന്യത്തിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഈ പീനിയൽ ഗ്ലാൻഡ് ആണ് എന്നുള്ളതാണ് ശരി ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തം. ഇതിന് പഴയ കാലത്ത്
ആൾക്കാർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മൂന്നാം കണ്ണ് ശിവന്റെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പണ്ട് പറഞ്ഞിരുന്നു. ഹിന്ദു പുരാണങ്ങളിലൊക്കെ പറഞ്ഞു. അതിനേക്കാളും ഒരു കാലത്ത് പീനിയൽ ഗ്രന്ഥിയാണ് മനുഷ്യന്റെ മൂന്നാം കണ്ണ് എന്നും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് മനുഷ്യന് പല കഴിവുകളുമുള്ളത് എന്നുമൊക്കെ ഒരുപാട് ചിന്താധാരകൾ ഉണ്ടായിരുന്നു. അതിന്റെ മറ്റൊരു രൂപത്തിലായിരുന്നു BC 330-നും 210-നും ഇടയിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുകയും, ഈ എന്താ പറയാ, നമ്മുടെ നമുക്കറിയാലോ ജർമ്മൻ കാലഘട്ടങ്ങളിലെ ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു പീനിയൽ ഗ്ലാൻഡിന്റെ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജൂതർക്ക് ഇതിൽ നല്ല ആക്ടിവേഷൻ പവർ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം ഹിറ്റ്ലർ അവരെ കൊല്ലാനായിട്ട്, അവരെ ബുദ്ധിയെ മറക്കാനായിട്ട് ചെയ്ത കാര്യമായിരുന്നു കുടിവെള്ളത്തിൽ ഫ്ലൂറൈഡ് കലർത്തുക എന്ന് പറയുന്നത്. കാരണം ഫ്ലൂറൈഡ് ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പീനിയൽ ഗ്ലാൻഡിന്റെ പവർ കുറയുമെന്നാണ് ശാസ്ത്രം കണ്ടെത്തിയത്. അതിന്റെ റിസൾട്ടാണ് നമ്മൾ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഫ്ലൂറൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നത്. എല്ലാവർക്കും അറിയോ അത്? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പീനിയൽ ഗ്ലാൻഡിന്റെ ആക്ടിവേഷൻ പവർ കുറക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ഫ്ലൂറൈഡ് അകത്ത് ചെല്ലുക എന്നാണ്. ഫ്ലൂറൈഡ് അകത്ത് ചെല്ലും. നിങ്ങൾ എല്ലാവരും വീട്ടില്, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ വന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് ഈ പീനിയൽ ഗ്ലാൻഡ് നന്നായിട്ട് ആക്ടിവേറ്റ് ആയി ഉണ്ടാവുക, അതിരാവിലെ. അതുകൊണ്ടാണ് നമ്മൾ ഏത് സാധനാ കർമ്മങ്ങൾ പറയുമ്പോൾ രാവിലെ ചെയ്യണം എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ പീനിയൽ ഗ്ലാൻഡ് നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടക്കുകയാണ്. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് ഇത് കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക എന്നാണ് പറയുക. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തത്തിന് മുമ്പേക്ക് എഴുന്നേൽക്കുന്ന ആളുടെ ഇത് നല്ല ആക്ടിവേഷൻ, നല്ല പവറിലായി ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രാവിലെ എഴുന്നേൽക്കുന്നവർക്കും ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിക്കുന്നവർക്കൊക്കെ നല്ല പവർ ഉള്ളത്, നല്ല ജ്ഞാനബോധമുള്ള, ജ്ഞാനത്തിന്റെ പ്ലാന്റ് എന്ന് പറയും. അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ സെറിട്ടോണിന്റെ ആക്ടിവേഷൻ നടക്കുന്നത് എവിടെയാണ്? സെറിട്ടോൺ നമുക്കറിയില്ല, ഹാപ്പിനെസ് നൽകുന്നതാണ് സെറിട്ടോൺ എന്ന് പറയുന്നത്. സെറിട്ടോണിന്റെ ആക്ടിവേഷൻ നടക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ ആ ഗ്ലാൻഡ്, അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുന്നവർക്കൊക്കെ ഈ സന്തോഷമൊക്കെ കയറി വരുന്നത്. കാരണം ഇത് കറക്റ്റ് വർക്ക് ചെയ്യും. പക്ഷെ നമ്മൾക്ക് ചെറുപ്പം മുതലേ ഒരു സാധനം കുത്തി തന്നു, എഴുന്നേറ്റ ഉടനെ എന്താണ് അറിയാം, ഫ്ലൂറൈഡ്. ഈ സാധനം അകത്തേക്ക് പോകുമ്പോൾ പതുക്കെ 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 ഈ സാധനത്തിന് പവർ കുറഞ്ഞു വരും. ഇത് ബോധപൂർവം ചെയ്തതാണ് എന്നതാണ് പൊതുവെ കണ്ടുപിടുത്തം. പക്ഷെ അതിനെ അൾട്ടർനേറ്റീവ് ചെയ്യാൻ ചെയ്യുന്നവരുണ്ടാവും. എന്നാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല, കൂടുതൽ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഇതെല്ലാം ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഗ്ലാൻഡിനെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ഗ്ലാൻഡിനെ അല്ലെങ്കിൽ തേർഡ് ഐ ആക്ടിവേറ്റ് ചെയ്യുന്ന ചക്രം നമ്മളവിടെ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് മറ്റ് ചെറിയൊരു ടെക്നിക്ക് വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു പർട്ടിക്കുലർ കാര്യം നേടാനായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് പഠിക്കാം. ഫുൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ്. അത് ഓരോന്നും ആക്ടിവേറ്റ് ചെയ്ത് വരുന്നതാണ്. പക്ഷെ ഈ തേർഡ് ഐ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. നമുക്ക് ചിന്തിക്കുന്നതിനെ കൃത്യമായി നമ്മളിൽ എത്തിക്കുക എന്നതാണ് തേർഡ് ഐ. ഇപ്പൊ നമുക്കറിയാം തേർഡ് ഐ എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നതിനെ ഒരു പർട്ടിക്കുലറിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് തേർഡ് ഐ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളിലേക്ക് ശ്രദ്ധ, അകത്തോട്ട് കണ്ണുകൾ വലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ പുറത്തോട്ട് തുറന്ന കണ്ണിനെ അകത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പല കാര്യങ്ങളും തെളിഞ്ഞു വരും. ഇതാണ് തേർഡ് ഐ എന്ന് പറയുന്ന സാധനം. അല്ലാതെ ഒരു കണ്ണൊന്നും അല്ല, അത് ഒരു പ്രത്യേക കണ്ണോ അല്ല തീനാളം വരുന്ന ഇങ്ങനൊന്നും അല്ല. ഇത് വേറെ ഒന്നുമല്ല, അകത്തോട്ടുള്ള നമ്മുടെ കണ്ണിനെ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ സംഭവത്തെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, റെഡിയാണോ? എല്ലാം റെഡിയാണല്ലോ? ഓക്കെ, സമയമായി 10 മിനിറ്റേ ഉള്ളൂ. ഇത് ചെയ്യാൻ 10 മിനിറ്റ് വേണം. ഇൻഡ്യൂഷൻ പവർ കൂട്ടാൻ കൂടുതലായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, കൂടുതലായിട്ട് നിങ്ങൾ ഇതിൽ കളിക്കണ്ട. കാരണം കൂടുതൽ കളിച്ചാലും തേർഡ് ഐ ഭയങ്കര അപകടം പിടിച്ച സാധനമാണ്. അതേപോലെ ബെനിഫിറ്റും പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശിവനെ ഓർത്താൽ മതി. ഒരേ സമയത്ത് രുദ്രനും ഒരേ സമയത്ത് ഇതുമാണ് എന്നുള്ള അറിയാലോ. അതുകൊണ്ട് അതേ രീതിയിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ആക്ടിവേഷനിൽ പോയാൽ മതി. എല്ലാം റെഡിയാണോ നോക്കിക്കോളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യാം. ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഇപ്പൊ ചെയ്യാൻ ചെറിയ പരിമിതികളുണ്ട്. കാരണം പരിമിതി നിങ്ങൾക്കുണ്ട്, എനിക്ക് വിളക്കെടുത്തു. ഹലോ, വിളക്കെടുത്തു.
വിളക്ക്. ചില പരിമിതികളുണ്ട്. ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇല്ല, നിങ്ങൾ പിന്നെ ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോ തന്നതിന് ശേഷം നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ അതിന്റെ പാർട്ട് ഇൻവോൾവ് ചെയ്ത് തരാം. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോളൂ. ഇപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു 1-2 തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ മുൻകൂട്ടി പറയാത്തത് കൊണ്ട് നിങ്ങൾക്കൊരു തടസ്സം ഉണ്ടാവും. ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ വേണം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. വ്യക്തമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ആണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിലെ പെന്നും പേപ്പറിൽ നിങ്ങളുടെ ആവശ്യം വ്യക്തമായി എഴുതിക്കോളൂ. യാതൊരു ഇതുമില്ല. ഞാൻ നിങ്ങളുടെ കൂടെ എഴുതുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അതായത് ഇന്ന് നേടേണ്ടതോ നാളെ നേടേണ്ടതോ ഒരാഴ്ചക്കകത്തോ നേടേണ്ടതായ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ആവശ്യം. അത് പണമാവാം, ബന്ധമാവാം, ആരോഗ്യമാവാം, ലക്ഷ്യമാവാം, എനിത്തിങ്. നിങ്ങൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് നേടേണ്ട ഒരു കാര്യത്തെ നിങ്ങൾ എഴുതുക. പണമാണെങ്കിൽ പണം എഴുതുക. മറ്റെന്ത് ഘടകമാണോ വേണ്ടത് അത് കൃത്യമായി എഴുതുക. കൃത്യമായ ആഗ്രഹം. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഗിരിജയാണെങ്കിൽ ഗിരിജ എഴുതിക്കോ, ഈ ആഴ്ച എനിക്ക് ഇത്ര രൂപയുടെ സെയില് നടന്നു എന്ന് എഴുതിക്കോ കൃത്യമായിട്ട്. ലോട്ടറി അടിക്കേണ്ട ആൾ എഴുതിക്കോ, എനിക്ക് 10,000 രൂപയുടെ ലോട്ടറി അടിച്ചു എന്ന് എഴുതിക്കോളൂ. അടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആർക്ക് അടിക്കുന്നത്? എല്ലാവരും എന്താണെന്ന് വെച്ചാൽ കൃത്യമായി അത് എഴുതിക്കോ. ദേവിയാണെങ്കിൽ എഴുതിക്കോ, എനിക്ക് പുതിയ 5 കസ്റ്റമർ കിട്ടുകയും 25,000 രൂപയുടെ കച്ചവടം നടക്കുകയും എഴുതിക്കോ. ഏതായാലും ആരുടെയാന്ന് സ്വർണ്ണമാല കളഞ്ഞു പോയത് പറഞ്ഞ് സ്വർണ്ണമാല കളഞ്ഞു പോയത് അത് എഴുതിക്കോ. എന്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയെന്ന് എഴുതിക്കോ. ഇത്രാം തീയതി എന്റെ സ്വർണ്ണമാല തിരിച്ചു കിട്ടിയെന്ന് എഴുതിക്കോ. ഒരാളെ ഓർത്തിങ്ങനെ ഒരാളെയും പറയാണ്. റോഷ്നി എഴുതിക്കോ, ഞാൻ ഈ നാട്ടിലെ സകല ആൾക്കാരെയും സഹായിച്ചു, അതിലൂടെ എന്റെ സമ്പാദ്യം പോയി, അങ്ങനെ എഴുതിക്കോ. ഞാൻ നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ. അതുകൊണ്ട് കുറ്റം പേടിക്കേണ്ട. ആ രീതിയിൽ തന്നെ പറയുള്ളൂ. എന്ന് നിങ്ങൾ അത് നിർത്തുന്നു, അന്ന് നമ്മളെ മാറ്റം തുടങ്ങും. ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ്, നിർത്തിക്കോ. കർമ്മഫലത്തെ ഏറ്റെടുക്കാൻ നിൽക്കരുത്. അത് കൊടുക്കുന്ന രീതി മറ്റൊരു രീതിയാണെന്ന് ഞാൻ പറഞ്ഞത്. എത്ര എണ്ണമെന്നില്ല, നിങ്ങൾക്ക് അത്രയൊന്നും പവർ ഉണ്ടാവില്ല. ഒന്നേ എഴുതണ്ടു. കാരണം ഇത് ചെറിയ ഷോർട്ടാണ്. ഒരെണ്ണം എഴുതിയാൽ മതി. ഒരു ലിസ്റ്റ് ഒന്നും എഴുതി തയ്യാറാക്കില്ല. കാരണം ഒന്ന് ചെറുതൊന്ന് ഇതെല്ലാം 2 ദിവസം കൊണ്ടൊക്കെ നേടാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ എഴുതണ്ട. പിന്നെയും ചെയ്ത് എപ്പോഴും ചെയ്യാവുന്നതാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു സാധനം നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം. ഒരു പ്രശ്നമില്ല. പിന്നെ അത് പറഞ്ഞപ്പോഴാണോ, അയ്യോ അത് പറഞ്ഞപ്പോഴും ഒരു കാര്യം പറയാൻ മറന്നത്. നോക്കൂ, തൃശ്ശൂർ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞിട്ടേ ഇല്ല. മറന്നുപോയി അല്ലേ? തൃശ്ശൂർ പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തില് വലിയൊരു മാറ്റം അല്ലെ. നമുക്ക് തിരുവനന്തപുരം വന്നവർ പറയുന്നുണ്ട് ജീവിതത്തിൽ വലിയ മാറ്റം എന്ന് ഇപ്പോഴും പറഞ്ഞു. വലിയ മാറ്റത്തിന് തയ്യാറായിക്കൊള്ളുക. ഒരു അടിപൊളി, ഇതുവരെ കേരളത്തിൽ ആരും ചെയ്യാത്ത ഒരു അടിപൊളി പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. ഒരു ടെക്നിക്കുമായിട്ടാണ് വരുന്നത്. അതിന് മുമ്പേ ഉള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഇതൊക്കെ. അന്ന് കിടിലമായി 1 മണിക്കൂർ സമയം നിർത്തി നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു ടെക്നിക്കുമായിട്ട് വരുന്നത്. ആ സാധനം നിങ്ങളെ കയ്യിൽ തരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താ പറയാ, ബ്ലാസ്റ്റ് ഓഫിന് തയ്യാറായിട്ട് മാത്രം തിരുവനന്തപുരത്ത് തൃശ്ശൂരേക്ക് വന്നാൽ മതി. കാരണം 2 കാര്യങ്ങളാണ് അല്ലെ. ഒന്ന് സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ പൂരത്തിന്റെ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നമ്മുടെ ലൈഫ് അങ്ങ് മാറും. അത് മാറാനുള്ള സംഭവം എല്ലാം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്നും പറയില്ല. ഇപ്പൊ അതിനടുത്ത് നടക്കുന്നതൊക്കെ ചെറിയ ചെറിയ സാമ്പിൾ വെടിക്കെട്ടുകളാണ് എന്ന് മാത്രം. ഇപ്പൊ ഇത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ആയ പോലെ തിരുവനന്തപുരം നിങ്ങൾ ബാക്കിൽ സീറ്റ് വന്നു എന്നൊന്നും പറഞ്ഞ് പരാതി പറയരുത്. ആദ്യം പേയ്മെന്റ് തന്ന് സീറ്റ് ബുക്ക് ചെയ്തവർക്ക് 50% പേയ്മെന്റ് തന്നവർക്ക് സീറ്റ് അലോട്ട് ചെയ്യും. ഫസ്റ്റ് കം ഫസ്റ്റ്. ഫസ്റ്റ് വന്നവർക്ക് ഫസ്റ്റ് സീറ്റ്, ലാസ്റ്റ് വന്നവർക്ക് ലാസ്റ്റ് സീറ്റ്. അവസാനം ലാസ്റ്റ് വന്നിട്ട് ബാക്കിൽ സീറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി വരില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ല, കുറച്ചൊക്കെ ഞാൻ വന്നു. കാരണം ക്യാമറയിലും സൂം മറ്റുള്ളവർക്ക് ശരിയായി നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ പിറകിലോട്ട് ഇറങ്ങി വരുന്നത് ലാസ്റ്റേ വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചോളും. ഫ്രണ്ടിൽ മാക്സിമം, ഇനിയിപ്പോ കുറെ ആൾക്കാരായിരിക്കും, 19 പേരായി കഴിഞ്ഞു ഇപ്പൊ തന്നെ. ബാക്കിയുള്ളവർക്ക് എത്രയും പെട്ടെന്ന് സീറ്റ് ബുക്ക് ചെയ്തോളുക. ഗായത്രി ഭർത്താവിനെയും കൂട്ടി സുരേഷ് പറയാൻ ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവ് വന്നിരിക്കുമല്ലോ, അതിലെന്താ സംശയം?
ഭർത്താവ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് രണ്ടുപേരും നമ്മളിവിടെ കാണാം കേട്ടോ. ഇതുപോലെ കുറെ ഭർത്താക്കന്മാരൊക്കെ വന്നിട്ട് മാറിപ്പോ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയവരുണ്ട്. ഓക്കെ, അപ്പോ സാധിക്കുന്നവർ മാത്രം മതി. സാധിക്കാത്തവർ സന്തോഷത്തോടെ താങ്ക് യു പറഞ്ഞോളൂ. എല്ലാവർക്കും എല്ലാം സാധിക്കില്ലല്ലോ, നോ പ്രോബ്ലം. അപ്പോ എത്ര ഡേറ്റ്? ഏപ്രിൽ 6-ാം തീയതി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ 6-ാം തീയതി. ഹോട്ടലിൽ ഫിക്സ് ചെയ്തിട്ടില്ല. 2 ഹോട്ടലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. ഹയാത്ത് വേണോ മറ്റേ വേണോ എന്നുണ്ട്. ഹയാത്തിനുള്ള ആൾക്കാരാണ് ഹയാത്ത് നോക്കുക. അവർ കുറച്ചും കൂടി ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ്, നിങ്ങൾക്ക് ഹൈ ഫൈവ് ആയിട്ട് വേണമെങ്കിൽ ഹയാത്തിൽ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഹയാത്തിൽ ഇരിക്കാം. അല്ലെങ്കിൽ തൊട്ട് വേറെ ഹോട്ടലായിരിക്കും. എന്തായാലും നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ? ഒരു കാര്യം എഴുതുക. ഒക്കെ സുധീഷ് ഒന്ന് അഡ്മിനെ വിളിച്ച് സംസാരിച്ചോളൂ കേട്ടോ, ഫീസും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഓ, അമേസിങ് ആൾക്കാരാണ്. 300+ ആൾക്കാർ ഇന്ന് ലൈവില്ല. നിങ്ങൾ ഇതെല്ലാം നാളെ യൂട്യൂബിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഈസി ആയിരിക്കില്ല. ഒരു സാധനം നിങ്ങൾക്ക് ഇല്ല. തൃശ്ശൂർ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. ഇതിനു മുമ്പ് ഇപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതിൽ ഒരു വസ്തു നിങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് എടുക്കാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് നിങ്ങളിത് നാളെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ പഠിച്ചു വെക്കുക. വേണമെങ്കിൽ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയും പറഞ്ഞുതരാം, രണ്ടും പറഞ്ഞുതരാം. ഏറ്റവും എഫക്റ്റീവ് ആകുന്ന രീതി നിങ്ങൾക്ക് രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുന്ന അത് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. നിങ്ങൾ ഒരു കാര്യം എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ്. ഇനി ടൈപ്പ് ചെയ്ത് കേട്ടോ, നമ്മൾ വളരെ ഫോക്കസ് ചെയ്യാൻ പറയാൻ പോകുന്ന കാര്യം. ഓക്കെ, ഇനി മറ്റാരും ടൈപ്പിങ്ങിലേക്ക് പോകരുത്. ഇവിടെ തന്നെ ഫോക്കസ് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾ കൃത്യമായി മെഡിറ്റേഷൻ ചെയ്യുന്ന പോലെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ബ്രീത്തിങ് ചെയ്യുക. നോർമൽ ബ്രീത്തിങ് ഒരു 21 തവണ ശരീരത്തെയും മനസ്സിനെയും പൂർണ്ണമായി ശാന്തമാക്കുന്നിടത്തേക്ക് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എഴുതിയ ആഗ്രഹത്തെ ശരിക്കും മനസ്സിൽ കൊണ്ടുവരിക. അതായത് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ പറഞ്ഞൊരു കാര്യം, എന്റെ പർട്ടിക്കുലർ ആയിട്ട് ഒരു സംഭവം നടക്കണം. ആ സംഭവത്തെ മനസ്സിൽ പൂർണ്ണമായി കൊണ്ടുവരിക. കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഒരു ടെക്നിക്ക്, രണ്ടെണ്ണം എന്തിനാ പറഞ്ഞു വെച്ചാൽ ഏതാണ് കൂടുതൽ ആൾക്കാരെ എഫക്റ്റീവ് ആവുന്നത് വെച്ചാൽ, ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. അല്ലെങ്കിൽ ശുദ്ധ വെളിച്ചെണ്ണ ചേർത്ത് നിലവിളക്ക് വെക്കുക. ഏറ്റവും നല്ല മെഴുകുതിരിയാണ്, എളുപ്പമാണല്ലോ നമ്മൾ. ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾ ബ്രീത്തിങ് അയച്ച ശേഷം കണ്ണുകൾ അടച്ച് മൂന്നാമത്തെ കണ്ണിലേക്ക് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മുടെ ഫേസ് മുകളിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തേർഡ് ഐയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യും. വലിയ വിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്ര ചെയ്തിട്ട് മുകളിലോട്ട് നോക്കിയാൽ തന്നെ അപ്പോഴേക്കും നമ്മുടെ ഈ 2 കണ്ണുകളും നമ്മുടെ തേർഡ് ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെടും. അവിടെ ചെയ്തതിന് ശേഷം ആ കണ്ണിൽ നിങ്ങൾ കൃത്യമായി ആഗ്രഹിച്ച കാര്യത്തെ കാണുക. അത് കൃത്യമായി അവിടെ തന്നെ കാണുക. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട നിലവിളക്കും ആ നിലവിളക്കിന്റെ വെളിച്ചവും ഈ കാര്യവും ആ കണ്ണിൽ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു മിററിൽ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ നമ്മൾ ഇതിന്റെ കൂടെ ഒരു മ്യൂസിക് തരുന്നുണ്ട്. അത് ഹെഡ്ഫോൺ വെച്ച് ആ മ്യൂസിക് കേൾക്കുക. എന്നിട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. 3 മിനിറ്റ്, 6 മിനിറ്റ്, 9 മിനിറ്റ്. ഇത് ഓരോ ആൾക്കും വേണമെങ്കിൽ മാറി മാറിച്ചാൽ 3 മിനിറ്റ് ആണ് ഞാൻ ഇവിടെ സമയം തരുന്നത്. കാരണം ഒരുപാട് സമയമില്ല, 3 മിനിറ്റ് ചെയ്യുന്നു. ചിലവർക്ക് 3 മിനിറ്റിൽ ഇത് 3 കണക്ട് ആയി കിട്ടില്ല. കാരണം പീനിയൽ ഗ്ലാൻഡ് ശരിയായി ഫങ്ഷൻ ചെയ്യാത്ത ബ്രെയിനിനകത്ത് 3 മിനിറ്റ് കൊണ്ട് കിട്ടില്ലെങ്കിൽ അവർ 2 പ്രാവശ്യം മതി ചെയ്തോളാം, റിപ്പീറ്റ് ചെയ്തോളാം. അതൊക്കെ കിട്ടില്ലെങ്കിൽ 6 മിനിറ്റ്, 9 മിനിറ്റ് ചെയ്തോളൂ. എന്നാലും കുഴപ്പമൊന്നുമില്ല, അതിന് ഒരു ഹാംഫുള്ളും ഇല്ല. ഈ ഒരു സാധനത്തെ നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ അത് ഞാനൊരു വീഡിയോ ചെറിയ കാര്യങ്ങളുണ്ട്, അതുപോലെ നിങ്ങളിത് ഇത് തേർഡ് ഐയിൽ കാണുക. എന്നിട്ട് അങ്ങനെ ഇരിക്കുക. അത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. എന്തിനാണ് നിലവിളക്കെന്ന് വെച്ചാൽ ആ വെളിച്ചം, ഒറിജിനൽ ആയിട്ടുള്ള വെളിച്ചം നിങ്ങളുടെ മിറർ പോലെ നിങ്ങളുടെ തേർഡ് ഐയിൽ കാണും എന്നുള്ളത് കൊണ്ടാണ് നിലവിളക്ക്. ഇനി അഥവാ അതില്ലേ, അല്ല നിലവിളക്കോ മെഴുകുതിരിയോ ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാനിവിടെ തരുന്ന വീഡിയോയിൽ മാത്രം ഫോക്കസ് ചെയ്ത് തന്നാൽ മതി. ഇതിലും വീഡിയോയിലും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ ഞാൻ മറ്റേ പറയാന്ന് വെച്ചാൽ വീഡിയോയിൽ തന്നെ നോക്കി നിൽക്കാൻ പറ്റില്ല നമുക്ക്, അല്ലെ? അപ്പൊ നമ്മൾ കണ്ണ് തുറന്നിരിക്കണം. അപ്പൊ കണ്ണ് തുറന്ന് ഇപ്പൊ ഒരു പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രശ്നമുള്ളൂ. രണ്ടാമത്തെ വിഷയം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ നിങ്ങളുടെ കണ്ണിൽ പതിഞ്ഞിരിക്കും. ഇത്രയും ലളിതമാണ് പരിപാടി. ഒന്ന് ട്രൈ ചെയ്യാം. റെഡിയാണോ? അല്ലേ?
യെസ്, വളരെ 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 ലളിതമായ ഒരു പരിപാടിയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്തോളൂ. ചിലപ്പോ നാളെ രാവിലേക്ക് തന്നെ സാറേ എനിക്കത് കിട്ടി എന്ന് പറയുന്ന അവസ്ഥ ഞാൻ കേൾക്കാൻ ഞാനിടെ 2 കണ്ണുകളും 2 കാതുകളും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ പറഞ്ഞാൽ മതി. പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ ഞാൻ കേട്ടെന്ന് വരില്ല. കാരണം ഓഫീസ് വർക്കിന്റെ ഇടയിൽ പേഴ്സണൽ മെസ്സേജ് കേൾക്കാൻ പറ്റുന്നില്ല, സമയമില്ല. അതുകൊണ്ട് ആകെ ഉള്ള പരിപാടി ഇത്രയാണ്. മെഴുകുതി ഞാനിപ്പോ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. മെഴുകുതിരി കൃത്യമായി കത്തിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ എല്ലാവരും. ഇനി കണ്ണടച്ചിരുന്നോളൂ. നിങ്ങളുടെ ആഗ്രഹം ശരിക്കും മനസ്സിൽ സെറ്റ് ആകണം. 1 കോടി എഴുതിയവർ കോടി തന്നെ എഴുതിക്കോളൂ, ഒട്ടും കുറക്കണ്ട. 1 കോടിയുടെ ലോട്ടറി അടിച്ച് നാളെ മറ്റന്നാൾ ലോട്ടറി ഉണ്ടോ? അടിക്കുന്നുണ്ടോ? ഉണ്ടോ? കേരളത്തിൽ എങ്ങാനും ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ വെച്ചോളൂ. എനിക്ക് തന്നെ കിട്ടിയെന്ന് വെച്ചോളൂ. ഒരു കുഴപ്പമില്ല. സംഭവിക്കുന്ന അത്രയും ഇതായി സംഭവിക്കും. 100% റിസൾട്ട് ഉണ്ടാക്കുന്ന അതിപുരാതനമായ ഒരു ടെക്നിക്കാണ് തേർഡ് ഐ ആക്ടിവേഷൻ എന്ന് പറയുന്നത്. അതിപുരാതന. സജീവ് നേരത്തെ പറഞ്ഞ പോലെ ഒന്നും എഴുതി കളയത് പൈസ വരട്ടെ എന്ന് മാത്രമല്ല, എന്തിന് പൈസ വരുന്നത്, അത് ഞാൻ എന്ത് ചെയ്യുന്നും കൂടി വിചാരിക്കണുണ്ടോ. ഇല്ലെങ്കിൽ വെറുതെ ലക്ഷങ്ങള് ഇതിൽ വരും, അതിലേ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ലക്ഷ്യങ്ങളൊക്കെ നല്ല വ്യക്തമായിരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് നൗ. റൂബിയ ഇവിടെ ശ്രദ്ധിച്ചോ. തൽക്കാലം അവരോട് മാറി നിൽക്കാൻ പറ. ഇല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. ഓക്കെ, സ്റ്റാർട്ട് നൗ. കണ്ണുകൾ ശരിക്കും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. 21 ടൈംസ് നല്ല ശ്വാസോച്ഛ്വാസം ചെയ്തിട്ട് ശരീരത്തെ പൂർണ്ണമായിട്ടും റിലാക്സ് ആക്കുക. മെഡിറ്റേഷൻ പഠിക്കുന്നവർക്ക് അറിയാം കൃത്യമായിട്ടും എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം ശരിക്കും നടക്കുന്നതെന്നും അത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ മാറ്റം വരുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഇത് ചെയ്യാൻ പാകമില്ലാത്ത ആൾക്കാർ നാളെ രാവിലെ യൂട്യൂബിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾ ആഗ്രഹങ്ങൾ പക്ഷെ ഒരു കാര്യം ചേർത്ത് പറയാം. തേർഡ് ഐ ആണ്, കുറച്ച് ദൈവികമാണ് കാര്യങ്ങൾ. നമുക്ക് നേടേണ്ട കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. സത്യസന്ധതയില്ലാത്ത ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ വിരോധമായ ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സത്യസന്ധമായി നേടേണ്ട കാര്യത്തിന് മാത്രമേ ചെയ്യാവൂ. ദൈവികത അത്രയും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾ ഈ വീഡിയോയിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തേർഡ് ഐ മുകളിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ല, വീഡിയോ നോക്കേണ്ടവർക്ക് വീഡിയോ തന്നെ നോക്കിയിരുന്ന് അതേ മ്യൂസിക് ലയിച്ചാൽ മതി. എല്ലാ ഓപ്ഷൻസും ഇവിടെ ഓപ്പൺ ആണ്.
Thank you. Let's come back. Thank you. ഓക്കെ, നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സമയം മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇത്രയും ചെയ്താൽ മതി. ഒറ്റ പ്രാവശ്യം ഇത്രയും ചെയ്താൽ മതി. ഒന്നിക്കൽ ആ വിളക്ക് ഇതിൽ നോക്കി നിൽക്കുക, ഫോക്കസ് തെറ്റരുത്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, മറ്റൊന്നിലേക്കും ശ്രദ്ധിക്കരുത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് സമയം തന്നത്. 3 മിനിറ്റ് നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തേക്ക് പിടിച്ചു നിർത്താൻ സാധിച്ചാൽ, 3 മിനിറ്റ് നേരം നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും മതി നമുക്ക്, അത്രയും ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. ഇതിനേക്ക് പ്രാക്ടീസ് ചെയ്തെടുക്കുക. ചിലവർക്ക് പെട്ടെന്ന് നടക്കും, ചിലവർക്ക് പീനിയഡ് ഗ്ലാൻഡ് ഇത്രയും ആക്ടിവേറ്റ് അല്ലെങ്കിൽ സമയമെടുക്കും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ രാത്രി നമുക്ക് ചക്ര മെഡിറ്റേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്ക് വേണമെങ്കിൽ അത് ചോദിച്ചോളൂ. മിറാക്കിൾ 100% മിറാക്കിൾ നാളെ സംഭവിച്ചിരിക്കും. എനിക്ക് 100%, 1% പോലും ഇതില്ല, 100% സംഭവിച്ചിരിക്കും. അത്രയും പവർഫുൾ ആണ് ഈ സാധനം. ഇത് ഞാൻ എന്താ പറയാ, എല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇറങ്ങി വരുന്ന ഓരോ സംഭവങ്ങളാണ്. ഇതുവരെ ഞാനത് ഇങ്ങനെയുള്ള ചെയ്തത് എല്ലാത്തിനും 100% റിസൾട്ട്, വരെ 100% പറയുന്നത് ശരിയല്ലോ അല്ലെ, 90% റിസൾട്ടുകളാണ് ഇത്. ഇങ്ങനെയുള്ള ടെക്നിക്കുകളെല്ലാം ചെയ്തപ്പോ കല്ലായി കഴിഞ്ഞാലോ, മോതിരം എല്ലാരും മറന്നോ? മോതിരത്തിന് എല്ലാവരും മറന്നിട്ടില്ലല്ലോ അല്ലെ? മോതിരം പോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോഴേ ഇതുപോലെ റിസൾട്ട്. അതുകൊണ്ട് റിസൾട്ട് ഇനിയും ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, സംഭവിച്ചിരിക്കുന്നു. ഒന്നുമില്ല, എല്ലാം സംഭവിച്ചത് ശരിയാണ്. ഒറ്റ കാര്യം പറയാനുള്ളൂ, ആത്മാർത്ഥമായി സത്യസന്ധമായിരിക്കണം. സത്യസന്ധമല്ലാത്ത കാര്യം ദയവ് ചെയ്യരുത്. കാരണം നമ്മളിത് ശ്രദ്ധിച്ചത് നമ്മുടെ തേടയിലൂടെ ആയതുകൊണ്ട് സത്യസന്ധമായിരിക്കണം. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സത്യം മാത്രമേ ചെയ്യാവൂ. ഓ, വിളക്കിനെ 3-ാം കണ്ണിന് നേരെ വെക്കണമെന്ന് ചോദിക്കണം. നിങ്ങൾ വിളക്ക് കണ്ടു കഴിഞ്ഞാൽ ആ വിളക്ക് നിങ്ങളെ തെളിഞ്ഞു നിൽക്കും. അത് മനസ്സിലുണ്ടാകുകയാണ് വേണ്ടത്. വിളക്ക് കത്തിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിൽ ആ വിളക്ക് വരണം. അതുകൊണ്ടാണ് വിളക്ക് കത്തിക്കാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ, അത് ഒരു ഡൗട്ട് അല്ല കേട്ടോ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോ നമുക്ക് ബാക്കി റിസൾട്ടുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് സമയം തരാം. താങ്ക് യു വെരി മച്ച്. അൺമ്യൂട്ട് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളൂ. സാർ, വിളക്കിന്റെ നാളെ 3-ാം കണ്ണിന് നേരെയാണോ? ഓക്കെ, അത് ഞാൻ പറഞ്ഞു. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തോളൂ. അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു ചാൻസ്. എല്ലാ ദിവസവും ഒരേ ആഗ്രഹം തന്നെയാണോ വെക്കേണ്ടത്, അല്ലെങ്കിൽ മാറി മാറിയിട്ടോ? എന്നെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ ആഗ്രഹമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒന്നാണെങ്കിൽ ഒന്ന് വെച്ചോളൂ. ഇതൊന്ന് ഒരേ ആഗ്രഹം നോക്കൂ. ചോദിച്ച ആളാരാണ് ചോദിച്ചേ? ബിഗിനക്ക് എന്ന് ഒരു ആഗ്രഹം വിചാരിച്ചു, അത് ലഭിച്ചു, പിന്നെ അതേ ആഗ്രഹം വീണ്ടും വരുമോ? ഒരർത്ഥമില്ലല്ലോ ആ ചോദ്യത്തില് അല്ലേ? സമയമുണ്ടോ സാറേ ഇതിന്? ഒരു സമയമില്ല, നിങ്ങൾക്ക് തോന്നുമ്പോ ചെയ്തോ. ഏറ്റവും ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ലത് നമ്മൾ പീനിയഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന 3-ാം കണ്ണ് ഏറ്റവും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനം ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും മെഡിറ്റേഷനിൽ വരുന്നവരോട് ഒരു കാര്യം പറയാം. നിങ്ങൾ എല്ലാവരും രാവിലെ 5:30 മണിക്ക് മെഡിറ്റേഷൻ വരുന്നുണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്ത് നാളെ മുതൽ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തിട്ട് മെഡിറ്റേഷനിൽ പോവാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ആ സമയം ബ്രഹ്മമുഹൂർത്തം നടക്കുകയും ചെയ്യും. ഒരു അരമണിക്കൂർ 10 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാവാം. ഒരു വിളക്കൊന്ന് കത്തിച്ചോ, അല്ലെങ്കിൽ ഇതേ വീഡിയോ പ്ലേ ചെയ്തിട്ട് വെച്ചോ വെളുപ്പിന്. അല്ല രാത്രി ചെയ്യണോ? രാത്രി ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളുപ്പിന്റെ അത്രയും പവർ രാത്രി കിട്ടില്ല, രാത്രി ഫോക്കസ് കിട്ടില്ല നമുക്ക് രാത്രി. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ചോദിച്ചോ. ചോദിക്കാനല്ല കേട്ടോ. റോഷിനി ഉണ്ടേ, കേക്കാവോ? പെട്ടെന്ന് പറയാട്ടോ. സാറിനെ കുറെ ആയുഷ്മാൻ ഭവ. ഞാനേ കുറെ ദിവസമായില്ലേ സാറിനെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഭയങ്കര ബോറടിച്ചിട്ട് മേലായിരുന്നു. ഞാൻ ഇന്നത്തെ യൂട്യൂബിൽ നിന്ന് ഒരു ക്ലാസ് എടുത്തിട്ട് ഞാൻ കേട്ടു. 9 മണിക്കൂർ ആയിട്ടുള്ളൂ ഇട്ടിട്ട്. അതില് 48 മണിക്കൂറിനുള്ളിൽ സാധിക്കുന്ന ഒരു കാര്യമാ പറഞ്ഞിരുന്നേ സാറേ. എനിക്ക് ഭയങ്കര രാവിലെ തൊട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ ചങ്കിന്റെ പിടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം. അതായത്
ഡിസ്കണക്ട് ആയിപ്പോയ ഒരു റിലേഷനാണ്. എനിക്കത് പറ്റില്ല. അതിനെ ആ ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിനെ ഇല്ലാതെ നമുക്ക് പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കി. 24 മണിക്കൂർ ഫിനിഷ് ആകുന്നതിന് മുമ്പ് തന്നെ ആ കോണ്ടാക്ട് തിരിച്ചു വന്നു. എനിക്ക് എന്റെ ദൈവമേ, എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്കും. സാറേ വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു വെരി മച്ച് സാറേ. അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രയും എനിക്ക് അൺബിലീവബിൾ. Yes. Still I'm saying the same word. Once again repeating you have far way to go. Don't stick the same where you are now. ഞാൻ ആരോടും ഇങ്ങനെ ഇത്രയും റിപ്പീറ്റഡ് ആയി പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് കണ്ടെടുത്തും പറഞ്ഞു, there is something holding you. You have to throw away that to move forward. അല്ലെങ്കിൽ ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യു പോലെ ആയിപ്പോ. മറക്കണ്ട. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് നാളെ രാവിലെ കിട്ടും. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം പ്രോസസ് ചെയ്യണ്ടേ. 2020 മെഡിറ്റേഷൻ ഞാൻ എപ്പോഴും തീരുമാനിച്ചിട്ടില്ല. എനിക്കൊന്ന് അഡ്മിൻമാർ പറയും, ഒന്ന് വിളിച്ചോളൂ കേട്ടോ. അഡ്മിൻ ജിഷ പറ. സാറേ സാറിന് പറയട്ടെ, ഇന്ന് രാവിലെ ഞാനൊരു നമ്മുടെ ആത്മീയ വോയിസ് ഒക്കെ ഇട്ടായിരുന്നു, സങ്കടത്തോടൊക്കെ കൂടി. പക്ഷെ ഞാൻ ഇത്രയും അപ്രസന്റേഷൻ എഴുതി വെച്ചിട്ട് എനിക്ക് എന്റെ കാര്യം നടന്നില്ല, പക്ഷെ എന്റെ കൂട്ടുകാരന്റെ കാര്യം നടന്നു. ദുബായിലാണ്. ശമ്പളം വർധനവ് എന്നെ സഹായിച്ച ആളാണ്. സഹായിച്ചത് എന്നെ എന്റെ ജീവിതത്തിലേക്ക് ആദ്യമേ ഒരു സഹായം തന്നു എന്നെ. അപ്പൊ ആ ആൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്ക് വിഷമായി. അപ്പൊ ഞാൻ അപ്രസന്റേഷൻ 2 ദിവസം എഴുതി വെച്ചു. പക്ഷെ ഇന്ന് സക്സസ് ആയി. 20,000 രൂപ അവിടെ ശമ്പളം കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞു. അത് ഭയങ്കര സന്തോഷമാണ് സാറേ. എന്റെ നടന്നില്ലേ, എന്നെ സഹായിച്ച ആൾക്ക് സഹായം നടന്നില്ലേ, അതെനിക്ക് വളരെ സന്തോഷമായി. പറയാമോ? പ്രാക്ടീസ് ചെയ്ത് നടക്കൂട്ടോ ജിഷ, കാര്യങ്ങൾ നടക്കും, നിങ്ങൾക്ക് നടക്കട്ടെ. താങ്ക് യു. അപ്പൊ ശരി, ഒരു കാര്യം